മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന എം.ആർ. രേണുകുമാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ളൊരു കവിതയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു കവിതയിലൂടെ എം.ആർ. രേണുകുമാർ സംവദിക്കുന്നത്. അപ്പോൾ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മാറ്റി നിർത്തപ്പെട്ട അടിമ ജീവിതം ജീവിക്കേണ്ടി വന്ന ഒരു പറ്റം മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു നമ്മളുടെ മുൻപേ നടന്നു പോയ കുറേ മനുഷ്യർ, ഇവിടെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത്തരം ജനങ്ങളുടെ മനുഷ്യരുടെ ജീവിതത്തെയാണ് ഈ ഒരു കവിതയിലൂടെ എന്ത് ചെയ്യുന്നത്. അദ്ദേഹം അത്തരം മനുഷ്യർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് അങ്ങനെയുള്ള മനുഷ്യരുടെ മാറ്റങ്ങളെക്കുറിച്ചാണ് കവിതയിലൂടെ എം.ആർ. രേണുകുമാർ എന്ത് ചെയ്യുന്നത്, അടയാളപ്പെടുത്തുന്നത് അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ്റെ കാണുന്നീലൊരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കവിതയുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ വരികളോട് രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യാണ്, സംവദിക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ രേണുകുമാർ ചെയ്യുന്നത് അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാട്ടിൽ അക്കാലത്തുണ്ടായിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത അവസ്ഥയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വായിച്ചു പോയ ചരിത്രങ്ങളിലൊന്നും തൻ്റെ വംശത്തെ അടയാളപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മറ്റുള്ള ഒരുപാട് വംശത്തിൻ്റെ ചരിത്രം വരേണ്യ വർഗത്തെക്കുറിച്ചും മറ്റുള്ള ഒരുപാട് വംശത്തെക്കുറിച്ചൊക്കെയുള്ള അടയാളപ്പെടുത്തലുകൾ കാണുന്നത്. അപ്പം ഇങ്ങനെ ചരിത്രപരമായി അവഗണിക്കപ്പെട്ടു പോയൊരു ജനസമൂഹത്തിന്റെ ആകുലതകളാണ് എന്ത് ചെയ്യുന്നത് പൊയ്കയിൽ അപ്പച്ചൻ തൻ്റെ വരിയിലൂടെ അല്ലെങ്കിൽ കവിതയിലൂടെ എന്ത് ചെയ്തത് പങ്കുവെച്ചത്. അപ്പോൾ ആ വരികളോട് എന്ത് ചെയ്യാണ് നമ്മുടെ എം.ആർ. രേണുകുമാർ എന്ത് ചെയ്യാണ് രാഷ്ട്രീയപരമായി സംവദിക്കുന്ന ഒരു മറുപടി എന്നുള്ള രീതിയിലുള്ളൊരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു കവിതയാണ് നമ്മളുടെ പാഠഭാഗം എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലെ കാരാപ്പുഴയിലാണ് 1969 കവി ജനിച്ചത്. കൊതിയൻ, പച്ചക്കുപ്പി, വശക്കായ, അരസൈക്കിൾ, കൂട്ടുകൂടുന്ന കഥ, അയ്യങ്കാളി ജീവിതവും ഇടപെടലുകളും എന്നൊക്കെ തുടങ്ങിയത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. നമ്മളുടെ കൊതിയൻ എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിനാണ് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് കവിതയിലേക്ക് പോകാം എങ്ങനെയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്നാണ് തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നവോത്ഥാനം കവിത നവോത്ഥാനത്തിന്റെ ഭാഗമായി നമ്മളുടെ കേരളത്തിലുള്ള ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ നമ്മളുടെ മുൻപേ നടന്നു പോയ ആളുകളാണ് നമ്മളുടെ മുതുമുത്തച്ഛന്മാരൊക്കെ അനുഭവിച്ച അവർ കടന്നുപോയ യാതനകളുടെ ഫലമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിലൊക്കെ നിൽക്കുന്നത് കേരളത്തിൽ നമ്മളുടെ പല തട്ടുകളായിട്ട് ജാതി തിരിച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. റോഡിൽ കൂടെ നടക്കണമെങ്കിൽ വരേണ്യവർഗം ഇങ്ങനെ പല പല വിഭാഗങ്ങളായി തട്ട് തിരിച്ചിരുന്നു മനുഷ്യനെ അപ്പോൾ ആ തട്ടുകളിലൊന്നും പെടാതെ പോയൊരു മനുഷ്യരും ഇവിടെ ഉണ്ടായിരുന്നു. ജാതിയിൽ ഏറ്റവും താഴേക്കിടയിലേക്കൊന്ന് മാറ്റി നിർത്തപ്പെട്ട കുറേ മനുഷ്യരുണ്ടായിരുന്നു. പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കുന്ന വില പോലും അത്തരം മനുഷ്യർക്ക് എന്ത് ചെയ്തിരുന്നില്ല, ഇവിടെ ലഭിച്ചിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ ചോരയും കണ്ണുനീരും വിയർപ്പും അധ്വാനവും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യവംശത്തെയാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ഇവിടെയും എഴുതപ്പെട്ടിട്ടില്ല എഴുതപ്പെടാതെ പോയിട്ടില്ല. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ ഞങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് എന്ന് ആത്മാഭിമാനത്തോടെ ബോധത്തോടുകൂടെ കവി എന്ത് ചെയ്യാണ് വരികളിലൂടെ പാടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പം എന്ത് സംഭവിച്ചു, നവോത്ഥാനത്തിന്റെ ഭാഗമായി അനേകം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റത്തിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്തത് കവിത തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ വരികളിൽ എന്താ പറയുന്നത്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. മുറ്റത്തിൻ്റെ അതിര് കാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം മുറ്റത്തിൻ്റെ അതിര് കാത്തെന്താണ് ഇലഞ്ഞിമരം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൊട്ടി ചിരിച്ചു നിൽക്കണം, അതായത് പൂത്തു വിടർന്നു നിൽക്കുന്ന കാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വകയില്ലാതിരുന്ന, കിടക്കാനൊരു ഇടമില്ലാതിരുന്ന, സ്വന്തമായി മുറ്റം തൂക്കാനുള്ള അവസ്ഥയില്ലാതിരുന്ന മനുഷ്യരെയാണ് എന്ത് ചെയ്യുന്നത് അത്തരം മനുഷ്യരുടെ മാറ്റത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കവി പറയുന്നത് കേട്ടോ. കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായി ഇരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ എന്ന് പറയാണ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാണ് അത്തരം കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന എന്താണ്, പ്രതീക്ഷയാണ് കാലത്തിന്റെ മാറ്റത്തിന്റെ പുതിയ സാമൂഹ്യ ഘടനയുടെ പ്രതീക്ഷയോടെ കൂടെ ആ കുഞ്ഞുങ്ങൾ അതിനെ നോക്കിക്കാണുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഒരു കാലത്ത് വിദ്യാഭ്യാസമൊക്കെ നിഷേധിക്കപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇന്ന് വളരെ ആത്മാഭിമാനത്തോടു കൂടെ അവർ അക്ഷരങ്ങൾ അവരെന്ത് ചെയ്യാണ് വിദ്യാഭ്യാസം അറിവെന്ന് പറയുന്ന ലോകത്തിലേക്ക് അവർ കടന്നിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെയും കുടുംബത്തിലെയും ഒക്കെ പരിതാപകരമായിട്ടുള്ള പഴയ പാത്രങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ
അതിലൊക്കെ ഏത് നിറമാണ്? പുതുമയുടെ അല്ലെ മാറ്റത്തിന്റെ നിറം എന്ത് ചെയ്യണു നമ്മൾ കാണുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് കേരളത്തിൽ നടന്ന നവോത്ഥാന പരിവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെ പയ്യങ്കാളിയെ പോലെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരുപാട് നവോത്ഥാന നായകരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട അടിമ ജീവിതം നയിക്കേണ്ടി വന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത് മാറ്റമുണ്ടാവുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ അല്ലെങ്കിൽ ഓരോരോ മാറ്റങ്ങൾ എന്ത് ചെയ്യാണ് കാണുന്നിടത്തൊക്കെ എന്ത് കാണാൻ തുടങ്ങുകയാണ് എന്ന് പറയാണ് കേട്ടോ. വേലയ്ക്കിറങ്ങുമ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത്, രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് അല്ലേ. അപ്പോൾ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടി തുടങ്ങി. അതുപോലെ ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്, കൂലി കൊടുത്തിരുന്നില്ല. തമ്പ്രാന്റെ പാടത്ത് പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു നേരത്തെ കഞ്ഞീൻ്റെ വെള്ളമൊക്കെയാണ്, കഞ്ഞി പോലും കൊടുക്കൂല. കഞ്ഞി ഒഴിച്ച വെള്ളം അതും കുമ്പിള് കുത്തി നിലത്ത്, പാത്രത്തിൽ പോലും അല്ല, തൊടാനും പാടില്ല കാണാനും പാടില്ല. ഇത്തുള്ള ഒരു കാലമാണ്. ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടുകൂടാത്തൊരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചെയ്യുക, ഈ നിലത്ത് ഇങ്ങനെ കുഴി കുത്തി കുമ്പിളിലാണ് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ നമ്മൾ അല്ലെ അത്രയും എന്താ പറയുക നീചമായ ക്രൂരമായ രീതിയിൽ ഇവിടെ സാമൂഹിക അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറി അല്ലേ. വിലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ട വീട് പോലെയല്ല തിരിച്ച് കയറി ചെല്ലും പോലെ എല്ലായിടത്തും എന്ത് സംഭവിച്ചു? മാറ്റങ്ങൾ കാലം എന്ത് ചെയ്തു? മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയാണ്. ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? ആരാണ് ഇങ്ങനെ വെടിപ്പുള്ളതാക്കി ഈ വീടിനെ? അലങ്കോലമായി കിടന്ന വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തെ തന്നെ എന്ത് ചെയ്യാൻ നമുക്ക് അതിലൂടെ സൂചിപ്പിക്കാം അല്ലെ. അലങ്കോലമായ വീട് എന്ന് പറയുമ്പോൾ കേരളം തന്നെയാണ് അതിൻ്റെ ഒരു സൂചനയായിട്ടല്ലേ. അലങ്കോലമായിരുന്നു, ജാതിയിലെ ഭ്രാന്താലയം എന്നൊക്കെ കേരളത്തെ വിളിച്ചിട്ടുണ്ട്. അത്രമാത്രം ഭ്രാന്തമുത്ത ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ആരാണിത് വെളുപ്പുള്ളതാക്കിയത്? ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തോകുന്ന പൂവുകളാക്കി മാറ്റിയത്? ആർക്കും വേണ്ടാതെ അല്ലെ അടിമകളാക്കി മാറ്റിയിരുന്ന അല്ലെ മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ ആരാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്ര മനോഹരമായ പൂവുകളാക്കി സുഗന്ധമുള്ള പൂവുകളാക്കി അല്ലെ നാളെയുടെ മാറ്റത്തിന്റെ പാതയിലേക്ക് അവരെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന് കവി ചോദിക്കുകയാണ്. കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ. അവരുടെ കണ്ണുകളിൽ എന്ത് ചെയ്യാണ്? അറിവിന്റെ വെളിച്ചമാണ് അല്ലെ. നവോത്ഥാനം വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ 2 പാഠഭാഗങ്ങളിലും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ നവോത്ഥാനത്തിന്റെ അലയൊഴികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ആ നവോത്ഥാനത്തെ തന്നെയാണ് ഈ ഒരു കവിതയിലും എന്ത് ചെയ്യുന്നത്? അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നവോത്ഥാനം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലെ അറിവിന്റെ എന്താണ് അനേകം അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അറിവ് വരുത്തിയിട്ടുള്ള ഒരു മാറ്റത്തെ എന്ത് ചെയ്യണു? ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു പാഠഭാഗം കൂടെയാണ്. ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആശയം എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ ഇതേപോലെ കേരള പാഠാവലിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അടിസ്ഥാന പാഠാവലിയിലാണെങ്കിലും മക്കൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം പാഠഭാഗങ്ങൾ എന്ത് ചെയ്യാം? ടീച്ചർ അടുത്ത വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? കഴിയാനായോ? റിവിഷനൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഏതൊക്കെ പാഠം വേണം എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.